എപ്പോഴെങ്കിലും ഇങ്ങനെ കേസസ് വന്നിട്ടുണ്ടോ? നമ്മളത് കാണുമ്പോൾ അത് വേറൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്, പക്ഷെ ഡിഗ് ചെയ്ത് എത്തിയപ്പോൾ അത് ഡിപ്രഷനാണ്. കാരണം പലപ്പോഴും നമ്മൾ വേറെ കാര്യങ്ങൾ കാണുമ്പോൾ അതിനൊരു സൊസൈറ്റൽ അക്സെപ്റ്റൻസ് കാണും. ഡിപ്രഷൻ എന്ന് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് കാണില്ല. അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്തിട്ടുണ്ട്? ഇഷ്ടംപോലെ ഉണ്ട്. ചില ആൾക്കാർ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, അതർ ഫാക്ടേഴ്സ് ക്യാൻ ട്രിഗർ ഡിപ്രഷൻ എന്ന് പറഞ്ഞല്ലോ, എയിൽമെന്റ് ആവും അല്ലേ. അപ്പോൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള നഷ്ടങ്ങൾ കൊണ്ടിട്ട് ഒക്കെ ഡിപ്രഷൻ വരുന്നുണ്ടല്ലോ മനുഷ്യർക്ക്. അപ്പം നമ്മൾ ഒരാൾ പ്രസൻറ്റ് ചെയ്യുന്നതായ ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് മിസ്റ്റേക്സ് വരുന്നു, ഞാൻ സ്ലോ ആകുന്നു, എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള സിംറ്റം വളരെ വേഗ് സിംറ്റംസ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ എത്ര കാലം മുമ്പേ വരെ ഓക്കെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് അവരൊരു ടൈം പീരീഡ് പറയുക. 5 വർഷം മുമ്പേ വരെ ഓക്കെ ആയിരുന്നു. സോ വാട്ട് ഹാപ്പൻഡ് 5 years ബാക്ക്, ഹൂ ഹേർട്ട് യു എന്ന് ചോദിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിക്കുമ്പോഴാണ് അവരൊരു പക്ഷേ അവരുടെ ഒരുപാട് നാളായിട്ട് അവർ ചെറിഷ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് പറയുക. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ ലോസിൽ നിന്നുണ്ടാകുന്ന ഗ്രീഫ് ഡിപ്രഷന് ഇക്വലൻ്റ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. ഒരേപോലത്തെ ബ്രെയിൻ കെമിക്കൽ ചേഞ്ചാണ് അതിൽ സംഭവിക്കുന്നത്. അത് ട്രീറ്റ്മെൻറ്റ് വാറണ്ട് ചെയ്യുന്നൊരു കാര്യവും കൂടെയാണ്. പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയില്ലെങ്കിൽ, അതായത് ഇഫ് യു ഡോണ്ട് ഹാവ് ക്ലോഷർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി മോർ പെയിൻഫുൾ. ഗോസ്റ്റിംഗ്, ഗ്യാസ് ലൈറ്റിംഗ് എന്നൊക്കെ പറയുന്ന ഇമോഷണൽ അബ്യൂസ് കൊണ്ട് ആൾക്കാർക്ക് എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാവാണ്ട് അവർ വന്നിട്ട് വളരെ വേഗ് കംപ്ലയിൻറ്റ്സ് പറയും. പക്ഷേ നമ്മൾ ഡിഗ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദേ ആർ ഡിപ്രസ്ഡ് ഓർ ദേ ഹാവ് ബീൻ റിമൈനിങ് ഡിപ്രസ്ഡ് ഫോർ ക്വൈറ്റ് എ വൈൽ. അപ്പോൾ ഈ ഡിസ്തൈമിയ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ പറഞ്ഞല്ലോ, 2 വർഷത്തിന് മുകളിലായിട്ട് ഡിപ്രസ്ഡ് ആണ്, മൈൽഡ് ഡിപ്രസീവ് ഫീച്ചേഴ്സ് ആണ്, പ്ലസ് ഇപ്പോൾ ഒരു മേജർ ട്രിഗറും ഉണ്ട്. അപ്പോൾ ഡിസ്തൈമിയ ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു ഡിപ്രസീവ് എപ്പിസോഡ് വരുമ്പോൾ ഇറ്റ് ഈസ് വേഴ്സ്. അതിന് നമ്മൾ ഡബിൾ ഡിപ്രഷൻ എന്നാണ് പറയും. എന്തിനോട് സാൻഡ്വിച്ച്ഡ് ആകുന്നു, സീക്വൻഷ്യലി വരുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ച് ടെർമിനോളജി മാറുകയും ട്രീറ്റ്മെൻറ്റ് മാറുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ അവനവനെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ, അതാണ് സൈക്കോതെറപ്പിയുടെ റോള് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് വർത്ത് കുറവാണെങ്കിൽ, സെൽഫ് എസ്റ്റീം കുറവാണെങ്കിൽ അതിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള സൈക്കോതെറപ്പീസ് ഉണ്ട്. നമുക്ക് അൺനെസസറി ഗിൽട്ടാണ് കാര്യങ്ങളെ പറ്റിയെങ്കിൽ അത് നമ്മളിങ്ങനെ ഇൻ്റർഫെയർ ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ചേഞ്ച് വരുത്തിയിട്ട് ആ ഗിൽട്ടിനെ മാറ്റാനുള്ള മാർഗങ്ങൾ സൈക്കോതെറപ്പിയിലുണ്ട്. നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു, നിങ്ങൾക്ക് മാത്രം സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അത് മറികടക്കാനായിട്ട് അസേർട്ടീവായിട്ടുള്ള മാർഗങ്ങളും സ്കിൽ ട്രെയിനിങ്ങും പഠിപ്പിക്കുന്ന രീതികൾ സൈക്കോതെറപ്പിയിലുണ്ട്. അപ്പോൾ ഈ റിയാക്റ്റീവ് ഡിപ്രഷനിലാണ് കൂടുതലും സൈക്കോതെറപ്പി ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്. പ്ലസ് നമുക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴേ, ലൈഫ് അത്ര സ്മൂത്ത് ഒന്നും അല്ലല്ലോ, എല്ലാ ദിവസവും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനല്ലേ ലൈഫ് എന്ന് പറയാം. ഈവൻ ലൈഫ് ഇസ് വാട്ട് ഹാപ്പൻസ് ടു യു വെൻ യു മേക്ക് അതർ പ്ലാൻസ് എന്ന് പറയും. അപ്പോൾ ഇതിനോട് പൊരുത്തപ്പെടാനുള്ള കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പൊരുത്തപ്പെടൽ സ്ട്രാറ്റജീസ്, എങ്ങനെ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് റെസിലിയൻ്റ് ആകാം, ഇതൊക്കെയാണ് തെറപ്പി ഒരാളെ പഠിപ്പിക്കുന്നത്. ഒരിക്കലും തെറപ്പി എന്ന് പറയുന്നത് ഒരു ഉപദേശമല്ല, അല്ലെങ്കിൽ ഒരു ലെക്ചർ അല്ല. അതൊരു കൊലാബറേറ്റീവ് ഡിസ്കഷൻ ആണ് ആഫ്റ്റർ എ പ്രോപ്പർ അസസ്മെൻറ്റ്.